യുദ്ധം ഇസ്രായേലിൽ മാനസികാരോഗ്യ ചികിത്സ 24% വർദ്ധിച്ചു. യെരുശലേം കഴിഞ്ഞ 2 വർഷത്തിനിടെ ഇസ്രായേലിൽ മാനസികാരോഗ്യ ചികിത്സയ്ക്കുള്ള ആവശ്യം ഏകദേശം 24% വർദ്ധിച്ചതായി ക്ലാലിറ്റ് ഹെൽത്ത് സർവീസസ് തിങ്കളാഴ്ച പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞു. യുദ്ധത്തിന്റെ ഫലമായി വർദ്ധിച്ചുവരുന്ന മാനസിക ആഘാതവും നീണ്ടുനിൽക്കുന്ന ദേശീയ ആഘാതവും ഇത് ചൂണ്ടിക്കാണിക്കുന്നു. ഇസ്രായേലിലെ ഏറ്റവും വലിയ ആരോഗ്യ സംരക്ഷണ സ്ഥാപനവും രാജ്യത്തെ ജനസംഖ്യയുടെ പകുതിയിലധികം പേർക്കും സേവനം നൽകുന്നതുമായ ക്ലാലിറ്റ് യുദ്ധത്തിന്റെ ആരംഭത്തിനുശേഷം 290 പുതിയ മാനസികാരോഗ്യ വിദഗ്ധരെ നിയമിച്ചതായും രാജ്യത്തിലുടനീളം 40 മാനസികാരോഗ്യ ക്ലിനിക്കുകൾ വികസിപ്പിച്ചതായും പറഞ്ഞു. നിരന്തരമുള്ള മിസൈൽ ആക്രമണങ്ങൾ, അടിയന്തര സാഹചര്യങ്ങളിൽ മെഡിക്കൽ സേവനങ്ങൾ നിലനിർത്തേണ്ടതിന്റെ ആവശ്യകത എന്നിവയുൾപ്പെടെ നീണ്ടുനിൽക്കുന്ന സംഘർഷത്തിന്റെ ആവശ്യങ്ങളുമായി ആശുപത്രികൾ എങ്ങനെ പൊരുത്തപ്പെടുന്നു എന്നതിലും ശ്രദ്ധിക്കുന്നു. കഴിഞ്ഞ 2 വർഷത്തിനിടെ ഇസ്രായേലിൽ മാനസികാരോഗ്യ ചികിത്സയ്ക്കുള്ള ആവശ്യം ഏകദേശം 24% വർദ്ധിച്ചതായി ക്ലാലിറ്റ് ഹെൽത്ത് സർവീസസ് തിങ്കളാഴ്ച പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞു. യുദ്ധത്തിന്റെ ഫലമായി വർദ്ധിച്ചുവരുന്ന മാനസിക ആഘാതവും നീണ്ടുനിൽക്കുന്ന ദേശീയ ആഘാതവും ഇത് ചൂണ്ടിക്കാണിക്കുന്നു. ഇസ്രായേലിലെ ഏറ്റവും വലിയ ആരോഗ്യ സംരക്ഷണ സ്ഥാപനവും രാജ്യത്തെ ജനസംഖ്യയുടെ പകുതിയിലധികം പേർക്കും സേവനം നൽകുന്നതുമായ ക്ലാലിറ്റ് യുദ്ധത്തിന്റെ ആരംഭത്തിനുശേഷം 290 പുതിയ മാനസികാരോഗ്യ വിദഗ്ധരെ നിയമിച്ചതായും രാജ്യത്തിലുടനീളം 40 മാനസികാരോഗ്യ ക്ലിനിക്കുകൾ വികസിപ്പിച്ചതായും പറഞ്ഞു. നിരന്തരമുള്ള മിസൈൽ ആക്രമണങ്ങൾ, അടിയന്തര സാഹചര്യങ്ങളിൽ മെഡിക്കൽ സേവനങ്ങൾ നിലനിർത്തേണ്ടതിന്റെ ആവശ്യകത എന്നിവയുൾപ്പെടെ നീണ്ടുനിൽക്കുന്ന സംഘർഷത്തിന്റെ ആവശ്യങ്ങളുമായി ആശുപത്രികൾ എങ്ങനെ പൊരുത്തപ്പെടുന്നു എന്നതിലും ശ്രദ്ധിക്കുന്നു.